സദോപാസീത നീചവത് യാനശയ്യാസനസ്ഥാനൈ. യാനശയ്യ ആസന സ്ഥാനൈ. യാനം എന്ന് പറയുന്നത് നടപ്പ്, കിടപ്പ്, ശയ്യ. ആസനം ഇരിക്കുന്നത്, സ്ഥാനം ഒരിടത്ത് വിശ്രമിക്കാനിരിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ശിഷ്യൻ അടുത്തുണ്ടാവണത്രേ. നാതിദൂരേ കൃതാഞ്ജലി. കൈ കൂപ്പി അടുത്ത്, അധികം ദൂരത്തല്ലാതെ നിൽക്കണം. എപ്പോഴാണ് ഒന്ന് ചുമക്കണേ അല്ലെങ്കിൽ ആവശ്യപ്പെടണേന്ന് അറിയില്ല. അത്ര ശ്രദ്ധയോട് കൂടിയിരിക്കണം. അവനവൻ്റെ ഉള്ളിൽ ശ്രദ്ധ ജനിപ്പിക്കാൻ, അറ്റൻഷൻ വളർത്താൻ വളരെ ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ വേണം? അദ്ദേഹം നടക്കുമ്പോൾ കൂടെ നടക്കുക, കിടക്കുമ്പോഴോ അടുത്ത് കിടക്കുക, ഇരിക്കുമ്പോഴോ കാലുകൾ തലോടുക, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്നാലോ പിന്നിൽ കൈകൂപ്പി നിൽക്കുക. ഇങ്ങനെയുള്ള ഒരു വൃത്തിയാണെന്ന്. ശുശ്രൂഷമാണ് ആചാര്യം സദോപാസീത നീചവത്. അവിടെ ഒരു പ്രയോഗമുണ്ട്, എപ്പോഴും ഉപാസിക്കണം. നീചവത്, നീചനെ പോലെ. ഒരു താണ മനുഷ്യൻ എങ്ങനെയായിരിക്കുക? അതേപോലെ. തനിക്ക് ബുദ്ധി ഉണ്ടാവാം, ആചാര്യൻ പറയുന്നത് ഒരിക്കൽ കേട്ടാൽ ധാരാളം മതിയാവും എന്നുള്ള തരത്തിലാവാം. കൂടെ വേറെ ശിഷ്യന്മാരും ഉണ്ടായി എന്ന് വരാം. അപ്പം അങ്ങനെയുള്ള തോന്നലൊന്നും പാടില്ല. എപ്പോഴും താണവനാണ് ഞാൻ എന്നൊരു വിചാരം നമുക്ക് വേണം. ഏവം വൃത്തോ ഗുരുകുലേ വസേത് ഭോഗവിവർജിത വിദ്യാസമാപ്യതേ യാവത് ബിഭ്രത് വ്രതമഖണ്ഡിതം. ഏവം വൃത്തോ ഗുരുകുലേ വസേത് ഭോഗവിവർജിത വിദ്യാസമാപ്യതേ യാവത് ബിഭ്രത് വ്രതം അഖണ്ഡിതം. ഏവം വൃത്ത, ഒരു ശിഷ്യനുള്ള നിത്യവൃത്തിയാണിത്. ഒരു ശിഷ്യനുള്ള ധർമാനുഷ്ഠാനമാണിത്. ഗുരുകുലത്തിൽ ചെന്നാൽ വിദ്യ അഭ്യസിക്കുന്നതിലാണ് കേന്ദ്രീകരണം. ഈ വിദ്യ പുറപ്പെടുന്നത് മുഴുവനും ഗുരുവിൻ്റെ മുഖത്തിൽ നിന്നാണ്. തൻ്റെ ചെവി കൊണ്ടാണത് കേൾക്കേണ്ടത്. പറയാനായിട്ടൊരു മുഖം മാത്രമല്ല, അതിൽ തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, വയറുണ്ട്, ഒക്കെയുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാണ്ട് തലച്ചോറിന് ഭക്ഷണം ആവശ്യമില്ല. അപ്പം നല്ല പോലെ മനസ്സിലാക്കണം, ഒരു ഗുരു, ശിഷ്യനുമുണ്ട് ഒരു ശരീരം. അപ്പം അവിടെ ചെന്ന് ഇതാണ് ആ ശരീരത്തിനുള്ള നിഷ്ഠ. അപ്പം ആചാര്യനെ ഉപാസിക്കുന്നിടത്തോളം കാലം വേറെ ഒന്നും ആവശ്യമില്ല. ഏവം വൃത്ത ഗുരുകുലേ വസേത് ഭോഗവിവർജിത. ഗുരുവിൻ്റെ കുലത്തിൽ താമസിക്കുക. അപ്പോൾ പഴയ കാലത്തെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? ഗുരുകുല വിദ്യാഭ്യാസം. ആ ഗുരുകുല വിദ്യാഭ്യാസത്തിലുള്ള വിശേഷത, നമ്മുടെ പഴയ അധ്യാപകന്മാരും ഇന്ന് അവിടെ കസേരയിലിരുന്ന് അല്പം ദൂരത്തിരുന്ന് നമ്മളെ പഠിപ്പിക്കും. അത് നമ്മളെ മാത്രമല്ല, എല്ലാവരെയും ഒന്നിച്ചാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നതൊഴികെ നമുക്ക് ആ ഗുരുവുമായിട്ട് ഒരു സംസർഗവുമില്ല. ഇവിടെ അങ്ങനെയല്ല. 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ഇവിടെ വരരുത് എന്ന് പറയില്ല, ചോദിക്കരുത് എന്ന് പറയില്ല. അത് ആ ഒരു സമ്പ്രദായമാണ്. ഗുരുകുലേ വസേത്, ഗുരുവിൻ്റെ കുലത്തിൽ വസിക്കണം. എങ്ങനെ? ഭോഗവിവർജിത. കേൾക്കുന്നുണ്ടോ നിങ്ങൾ കുട്ടികളെ എത്രത്തോളമാണ് പാമ്പർ ചെയ്യണത്? നിങ്ങളുടെ കുട്ടികളെ, ആ പഠിക്കുന്ന കുട്ടികൾക്കൊരു നിയന്ത്രണം, ഒരു നിഷ്ഠ വേണം. ദ ലൈഫ് ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി എ ലൈഫ് ഓഫ് ഡിസിപ്ലിൻ, എ ലൈഫ് ഓഫ് റെസ്ട്രെയിൻ, എ ലൈഫ് ഓഫ് ഇന്നർ എൻറിച്ച്മെൻറ്റ്. ഇതാണ് നമുക്ക് ആവശ്യം. ആന്തരമായി നമുക്ക് ധന്യത വരണം. ആന്തരമായി നമുക്ക് അച്ചടക്കവും നിയന്ത്രണവും ഉണ്ടാവണം. ആന്തരമായി നമുക്ക് സൂക്ഷ്മതയുണ്ടാവണം. അങ്ങനെ ഉള്ളിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവനും. ഉള്ളിലേക്ക് കടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, തപസ് എന്ന് പറയുന്നത്. ആ തപസ് എന്ന് പറഞ്ഞാൽ അനാശാസ്യമായ വശങ്ങളെ മുഴുവൻ ഒഴിവാക്കി ആശാസ്യ വശങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഗുരുവിനെ കണ്ട് പഠിക്കുക, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ആ ഗുരുവിൻ്റെ പത്നിയുടെ അടുത്ത് അവർക്ക് വെള്ളം കോരണമെങ്കിൽ വെള്ളം കോരി, അടിക്കണമെങ്കിൽ അടിച്ച്, തുടക്കണമെങ്കിൽ തുടച്ച്, പശുക്കളെ കറക്കണമെങ്കിൽ കറന്ന്, കാട്ടിലേക്ക് മേയാൻ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയി, എല്ലാം ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കണം. ഏവം വൃത്തോ ഗുരുകുലേ വസേത് ഭോഗവിവർജിത. എത്രത്തോളം കാലം? വിദ്യാസമാപ്യതേ യാവത് ബിഭ്രത് വ്രതം അഖണ്ഡിതം. അഖണ്ഡിതം വ്രതം ബിഭ്രത്. തൻ്റെ ബ്രഹ്മചര്യ വ്രതത്തിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിച്ചുകൊണ്ട്. ഞാനിവിടെ ഒരു ബ്രഹ്മചാരിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പഠിക്കാനുള്ളതാണ്. പഠിപ്പ് കഴിയുന്നത് വരെ ഞാൻ എൻ്റെ ബ്രഹ്മചര്യത്തിൽ നിന്ന് സ്വല്പമെങ്കിലും വ്യതിചലിച്ചു പോകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി യാവത് വിദ്യ സമാപ്യതേ,
താൻ അവിടെ ചെന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിച്ച് അവസാനിക്കുന്നത് വരെ അവിടെ കഴിഞ്ഞുകൂടണം, ഒരു കോട്ടവുമില്ലാതെ തൻ്റെ വ്രതത്തിന്. ഏവം വൃത്തോ ഗുരുകുലേ വസേത് ഭോഗവിവർജിത വിദ്യാ സമാപ്യതേയാവത് ബിഭ്രത് വ്രതമഖണ്ഡിതം. രണ്ട് തരത്തിലാണ് ബ്രഹ്മചാരികൾ. ഒരു ബ്രഹ്മചാരി ഉപകുർവാണൻ എന്നാണ് പറയുക. ആരാണ് ഈ ഉപകുർവാണൻ? സാധാരണ എല്ലാവരും പോകുന്നത് പോലെ ബ്രഹ്മചാരിയായിരുന്നു, അവിടെ ചെന്നു പഠിച്ചു, കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പമാണല്ലോ, പഠിപ്പ് കഴിയുന്നവരെ തിരിച്ചുപോയി വിവാഹം കഴിക്കുന്നവൻ, ആ ആളാണ് ഈ ഉപകുർവാൺ. അദ്ദേഹം ബ്രഹ്മചാരി തന്നെയാണ്. ഇനി വേറെ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി എന്നൊരു ബ്രഹ്മചാരിയുണ്ട്. അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിതം മുഴുവനും ബ്രഹ്മചര്യം നിഷ്ഠയാണ്, പിന്നെ സന്യസിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു ബ്രഹ്മചാരി. അപ്പോൾ ഉപകുർവാണനുള്ള വർത്തമാനമാണ് ഇവിടെ പറഞ്ഞത്. എന്താ? വിദ്യാ യാവത് സമാപ്യതേ, താൻ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, തന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവസാനിക്കുന്നത് വരെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഇനിയോ യദ്യസൗ ഛന്ദസാം ലോകം ആരോക്ഷ്യൻ ബ്രഹ്മവിഷ്ടപം ഗുരവേ വിന്യസേദ്ദേഹം സ്വാധ്യായാർത്ഥം ബൃഹദ്വ്രതഃ. യദ്യസൗ ഛന്ദസാം ലോകം ആരോക്ഷ്യൻ ബ്രഹ്മവിഷ്ടപം. പഴയ കാലത്ത് പഠിക്കുന്നത് വേദങ്ങളാണ്, ശാസ്ത്രങ്ങളാണ്. ആ വേദങ്ങളിൽ പരബ്രഹ്മത്തെപ്പറ്റി പ്രതിപാദിക്കാത്ത ഒരു വേദവുമില്ല. വേദങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യവും അല്ലെങ്കിൽ ഉള്ളടക്കവും എന്താ? ബ്രഹ്മവിത് ആപ്നോതി പരം. ഇതാണ് നമ്മുടെ നാരായണാശ്രമ തപോവനത്തിൻ്റെ സ്ലോഗൻ എന്ന് പറയാം, ഞങ്ങളുടെ എംബ്ലത്തിൽപ്പെട്ടതാ. ബ്രഹ്മവിത് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ജീവിതത്തിൽ പരമലാഭം നേടുന്നത്, സാഫല്യം വരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മത്തെ അറിയണം എന്നുള്ളതാണ് വേദത്തിൻ്റെ ഒരേ ഒരു പൊരുൾ. ആ ബ്രഹ്മം എന്താ? സച്ചിദാനന്ദം. എവിടെയാ? എല്ലാ ദിക്കിലുമുണ്ട്. ഉള്ളിലോ അന്തരാത്മാവാണ്, പുറത്തോ വസ്തുവിശേഷമായി ദൃശ്യമായി. അങ്ങനെ പുറത്ത് ദൃശ്യവും അകത്ത് അദൃശ്യവുമാണെങ്കിലും പൊരുൾ ഒന്ന് തന്നെ. ഇതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പം അവിടെ യദ്യസൗ ഛന്ദസാം ലോകം ആരോക്ഷ്യൻ ബ്രഹ്മവിഷ്ടപം, അവിടെ പോയി പഠിച്ചു. പഠിക്കുന്ന സമയത്ത് ഭൂലോകം, അതിന് മീതെയുള്ള 7 ലോകങ്ങൾ, താഴെയുള്ള 7 ലോകങ്ങൾ, അങ്ങനെ ഉപരി ബ്രഹ്മലോകം, അതിലെ എല്ലാറ്റിലും വെച്ച് സത്യലോകം, അതാണ് മീതെ. ആ ബ്രഹ്മവിഷ്ടപം വരെ തനിക്ക് ചെല്ലണം എന്ന് വിചാരിക്കുന്നവൻ, മനുഷ്യജീവിതം അതിനു വേണ്ടിയിട്ടാണ്, ഭോഗത്തിന് വേണ്ടിയിട്ടല്ല. ഐന്ദ്രിയ സുഖത്തിന് വേണ്ടി മൃഗങ്ങളും പക്ഷികളുമായി ജനിച്ചാൽ മതി, മനുഷ്യനായി ജനിക്കണമെന്നില്ല. അപ്പം മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താ? ഉയർന്ന പദവി കൈവരണം. അത് ഈ ജന്മത്തിൽ തന്നെ അന്തരാത്മാവിനെ ഗ്രഹിച്ച് ആ ആത്മസുഖത്തിൽ അങ്ങനെ മുങ്ങിപ്പോങ്ങി വിഹരിക്കാൻ സാധിച്ചാൽ ഏറ്റവും നന്നായി. അതല്ലെങ്കിലോ ശരീരം വീണുപോയാൽ പുണ്യലോകത്തിൽ ചെന്ന് ക്രമമുക്തിയെങ്കിലും കൈവരിക്കുക, അതാണ് ഉദ്ദേശം. അങ്ങനെ ബ്രഹ്മവിഷ്ടപം, ബ്രഹ്മപദവിയിൽ ആരോഹണം ചെയ്യണം, കയറണം എന്ന് വിചാരിക്കുന്നവൻ ഗുരവേ വിന്യസേദ്ദേഹം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തൻ്റെ ഗുരുവിന് വേണ്ടി തൻ്റെ ദേഹത്തെ സമർപ്പിക്കുക. സ്വാധ്യായാർത്ഥം ബൃഹദ്വ്രതഃ. ഞാൻ ഈ ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ തന്നെയാണ് പോണത്, ഇനി തിരിച്ചു പോയി വിവാഹം കഴിക്കണ ഒരു ചോദ്യം വരണില്ല. ആ സ്വാധ്യായത്തിൽ എനിക്ക് മുഴുവനാവുന്നത് വരെ സാധിച്ചാൽ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ. ഇനി ഗുരുവിന് എന്തെല്ലാം പഠിപ്പ് വിദ്യാപ്രസ്ഥാനങ്ങളുണ്ടോ അതിൽ ചിലത് ഏറ്റെടുത്ത് നടത്തിക്കാൻ, അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ശരീരം വിനിയോഗിക്കാൻ പോകുന്നത്. അതിന് സ്വാധ്യായാർത്ഥം ബൃഹദ്വ്രതഃ. സ്വാധ്യായത്തിന് വേണ്ടി ബൃഹദ്വ്രതനായി. എന്ത് മനസ്സിലായി നിങ്ങൾക്കിപ്പോൾ? ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നവരിൽ വിദ്യാർത്ഥികൾ 2 തരക്കാരാണ്. ഒരു കൂട്ടർ ഉപകുർവാണന്മാർ, ഇനി ഒരു കൂട്ടർ നൈഷ്ഠിക ബ്രഹ്മചാരികൾ. ആ നൈഷ്ഠിക ബ്രഹ്മചാരി പിന്നെ തിരിച്ചു പോവില്ല, ഉപകുർവാണൻ തിരിച്ചു പോകും. അഗ്നൗ ഗുരാവാത്മനി ച സർവഭൂതേഷു മാം പരം അപൃഥഗ്ധീരുപാസീത ബ്രഹ്മവർച്ചസ്വി അകൽമഷഃ. ബ്രഹ്മവർച്ചസ്വി അകൽമഷഃ. അഗ്നൗ ഗുരാവാത്മനി ച സർവഭൂതേഷു മാം പരം അപൃഥഗ്ധീരുപാസീത. അഗ്നൗ ഗുരാവാത്മനി ച സർവഭൂതേഷു മാം പരം. ആ ഭാഗവതം ഓരോന്നും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കണതൊന്ന് ശ്രദ്ധിക്കൂ. അഗ്നൗ അഗ്നിയിൽ, ഗുരൗ ഗുരുവിൽ, ആത്മനി
ആത്മാവിലും ച സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും പരം മാം പരമമായിരിക്കുന്ന എന്നെ. എന്താ അതിനർത്ഥം? ഞാൻ എന്ന് പറയുന്ന പരമാത്മാവ് പരമേശ്വരൻ അങ്ങനെ എന്നിൽ കൃഷ്ണദേഹത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ആ കൃഷ്ണദേഹത്തിൽ എങ്ങനെയോ ആത്മാ അതുപോലെ എല്ലായിടത്തുമുണ്ട്. അത് മനസ്സിലാക്കാൻ ഉപയോഗിക്കാൻ അത് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് പ്രത്യേകമായിരിക്കുന്ന താദാത്മ്യങ്ങൾ. അതിലൊന്നാണ് അഗ്നി, രണ്ടാമത് ഗുരു, അവനവൻ്റെ ആത്മാവ് എല്ലാ ഭൂതങ്ങളിലും. അപൃഥഗ്ധീരുപാസീത. കേൾക്കുന്നുണ്ടോ? വ്യത്യാസപ്പെട്ടത് എന്നുള്ള തോന്നലില്ലാതെ എല്ലാം ഒന്ന് തന്നെ. കണ്ണുകൊണ്ട് കാണുമ്പോൾ പല രൂപങ്ങളാണ്, പക്ഷേ ആ രൂപങ്ങളിൽ അധിവസിക്കുന്നത് ആകാശം പോലെ ഒരേ ആത്മചൈതന്യമാണ് എന്ന് വിചാരിച്ച് ആ അറിവിലൂടെ, ആ ഭാവത്തിലൂടെ, ആ ദൃഷ്ടി വീക്ഷണത്തിലൂടെ അങ്ങനെയാണ് ഉപാസന. ആ ഉപാസന പുഷ്പം കൊണ്ടല്ല, വെള്ളം കൊണ്ടല്ല, ഹവിസ്, നെയ്യ് മുതലായ പദാർത്ഥങ്ങൾ കൊണ്ടല്ല, തത്വവീക്ഷണത്തിലൂടെയാണ്. ഈ ദൃഷ്ടിയോട് കൂടിയിട്ടാണ്. ആ പൃഥഗ്ധീരുപാസീത ബ്രഹ്മവർച്ചസ്വി അകൽമഷഃ. ബ്രഹ്മവർച്ചസ്വി, ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മ തേജസ് ആ ആൾക്കുണ്ടാവണം. ആ തേജസ്സോടു കൂടിയ ആള് അകൽമഷഃ, ഒരു വിധത്തിലുള്ള കൽമഷം, മാലിന്യം മനസ്സിലുണ്ടാവരുത്. അങ്ങനെ മാലിന്യരഹിതനായി കൽമഷരഹിതനായി ബ്രഹ്മവർച്ചസ്വിയായി അഗ്നിയിലും ഗുരുവിലും ആത്മാവിലും സർവഭൂതങ്ങളിലും തന്നെ പരമമായിരിക്കുന്ന എന്നെ അപൃഥക് ഭാവത്തോടുകൂടി ഉപാസിക്കണം. അഗ്നൗ ഗുരാവാത്മനി ച സർവഭൂതേഷു മാം പരം അപൃഥഗ്ധീരുപാസീത ബ്രഹ്മവർച്ചസ്വ്യകൽമഷഃ. സ്ത്രീണാം നിരീക്ഷണസ്പർശ സംലാപക്ഷ്വേലനാദികം പ്രാണിനോ മിഥുനീഭൂതാൻ അഗൃഹസ്ഥോ അഗ്രതസ്ത്യജേത്. ഈ ശാസ്ത്രം പറയുമ്പോൾ എല്ലാം തുറന്ന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവും. സ്ത്രീണാം നിരീക്ഷണസ്പർശ സംലാപക്ഷ്വേലനാദികം. ചെയ്യേണ്ടത് എന്താന്ന് പറയും, അതേപോലെ ചെയ്യരുതാത്തത് എന്താണെന്നും പറയും. അങ്ങനെ വിധിയും നിഷേധവും കൂടി ആയാലേ എന്ത് ശാസ്ത്രാവതരണവും സമഗ്രമാവുള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ നിരീക്ഷണസ്പർശ, അവരെ കാണുക, സ്ത്രീകളെ ഇങ്ങനെ കാണുക. സാധാരണ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സ്ത്രീകളുണ്ടാവും. അമ്മയെ കാണാറുണ്ട്, സഹോദരിമാരെ കാണാറുണ്ട്, മക്കളെ കാണാറുണ്ട്. കുടുംബത്തിൽ സ്ത്രീകളില്ലേ? ഉവ്വ്. അവരെ കാണുന്നതിന് കാണല് എന്ന് പറയില്ല. ഈ സ്ത്രീകളെ കാണുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു പുരുഷന് തൻ്റെ വിപരീത ലിംഗമാണെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള എന്തായാലും അത് സ്ത്രീയായി, അങ്ങനെയുള്ളൊരു തോന്നലെന്ന്. അപ്പോൾ തൻ്റെ മനസ്സിന് വിക്ഷേപം ഉണ്ടാക്കാവുന്ന തരത്തിൽ, കോളളക്കം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള സ്ത്രീകളെന്നേ അതിനർത്ഥമുള്ളൂ. സ്ത്രീണാം നിരീക്ഷണസ്പർശ സംലാപക്ഷ്വേലനാദികം. അവരെ കാണുക, അവരെ തൊടുക. എന്താ ഇപ്പോൾ തൊടേണ്ട ആവശ്യം എന്താ? ഒരാളെ മുതിർന്നവരാരെങ്കിലും തമ്മിൽ തൊടാറുണ്ടോ? ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ പോലും പുറത്ത് നടക്കുന്ന സമയത്ത് അവർ തമ്മിൽ തൊടുക എന്നങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? എന്തിനാ ഈ തൊടണേ? കളിക്കുന്ന സമയത്ത് തൊട്ട് കളിക്കേണ്ട ഇടത്ത് തൊട്ട് കളിക്കാം. അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ സ്വതന്ത്രമായിട്ടല്ലേ നടക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ വേറൊരാളെ മുട്ടി ഉരുമി നടക്കുമോ? അത് ശരിയാണോ? നിയമപ്രകാരവും കൂടി പാടില്ലല്ലോ. നമ്മുടെ ശരീരം വേറൊരാളുടെ ശരീരത്തിൽ മുട്ടിച്ചാൽ അത് തെറ്റാം. അപ്പോൾ സ്പർശിക്കുക എന്നുള്ള വാക്കിന് എന്തിനാ ഈ സ്പർശനത്തിൻ്റെ ആവശ്യം? അപ്പോൾ നിരീക്ഷണ സ്പർശ സംലാപക്ഷ്വേലനാദികം. അവരോട് വേണ്ടാതിങ്ങനെ നേരം പോക്ക് പറയുക, ഗോസിപ്പിന് പോവുക, ക്ഷേലനാദികം തമാശയും കളിയും ചിരിയും, ഇങ്ങനെ യാതൊന്നും പാടില്ല. പ്രാണിനോ മിഥുനീഭൂതാൻ. എണകൂടി നിൽക്കുന്ന പ്രാണികൾ എന്തായാലും കൊള്ളാം. അത് പാമ്പോ പക്ഷിയോ കാക്കയോ എരുമയോ പോത്തോ എന്തായട്ടെ, എണകൂടി നിൽക്കുന്നതായ ഒരെണ്ണത്തിനെയും ആ ഗൃഹസ്ഥോ അഗ്രതസ്ത്യജേത്. അതിൻ്റെ മുൻപിൽ നമ്മൾ ഒരിക്കലും ചെല്ലരുത്, നോക്കരുത്. ആ ഗൃഹസ്ഥനല്ലാത്തവൻ. അപ്പം ഗൃഹസ്ഥനല്ലാത്ത എല്ലാവർക്കും ഈ പറഞ്ഞത് ബാധയാണ്. സ്ത്രീണാം നിരീക്ഷണസ്പർശ സംലാപക്ഷ്വേലനാദികം പ്രാണിനോ മിഥുനീഭൂതാൻ അഗൃഹസ്ഥോ അഗ്രതസ്ത്യജേത്. ശൗചമാചമനം സ്നാനം സന്ധ്യോപാസനമാർജവം തീർത്ഥസേവാ ജപോസ്പൃശ്യ അഭക്ഷ്യ അസംഭാഷ്യ വർജനം.
സർവാശ്രമപ്രയുക്തോയം നിയമഃ കുലനന്ദന മദ്ഭാവഃ സർവഭൂതേഷു മനോവാക്കായ സംയമഃ. ശൗചം, ആചമനം, സ്നാനം, ഇത് വാസ്തവത്തിൽ മൊത്തത്തിലെ ബ്രഹ്മചാരിയുടെ കാര്യം പറഞ്ഞു. ഇനി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ശൗചം, ആചമനം, സ്നാനം. ശൗചം, വൃത്തിയും വെടുപ്പും ശുദ്ധിയും ഉണ്ടാവുക. ആചമനം, സാധാരണ ഈ ആചമനം എന്ന് പറഞ്ഞാൽ കയ്യിൽ വെള്ളമെടുത്ത് ഈശ്വരൻ്റെ പേര് പറഞ്ഞ് അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ എന്ന് പറഞ്ഞ് കുടിക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് ഉദ്ധരണി കൊണ്ട് ഒഴിച്ചിട്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ദേവമന്ത്രങ്ങൾ പറഞ്ഞ് നമ്മുടെ ശരീരത്തെയും മനസ്സെയും ശുദ്ധമാക്കുന്നു എന്നാണ്. അത് മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ വേണം, കുളിക്കുന്ന സമയത്ത് വേണം, ഊണ് കഴിക്കുന്ന സമയത്ത് വേണം. എപ്പോഴൊക്കെ നമുക്ക് അശുദ്ധി തോന്നിയാൽ അപ്പോൾ ഒരു ആചമനം കഴിക്കാം. അതിന് ആരോടും ചോദിക്കണ്ട. പുണ്യാഹം കഴിക്കുക എന്ന് പറയാറില്ലേ, ഇതൊരു തരത്തിലുള്ള പുണ്യാഹമാണെന്ന് വെച്ചോളൂ. ഇപ്പം മലമൂത്ര വിസർജനം ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പഴയ കാലത്ത് നമ്മുടെ കക്കൂസ് വളരെ ദൂരെയാണ്, അതിന് ദുർഗന്ധമൊക്കെ വരും. അപ്പോൾ കക്കൂസ പോവാന്ന് പറഞ്ഞാൽ ശരീരത്തിലൊക്കെ കുറേ ദുർഗന്ധവും കൊണ്ടാണ്, ശ്വസിച്ചും കൊണ്ടാണ് വരിക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു ശുദ്ധി വേണമെന്ന് തോന്നും. അതുപോലെ തന്നെ മൂത്രവിസർജനം, കുളിക്കുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ചിട്ടാണ് കുളിക്കുക. അങ്ങനെ എപ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നിയോ, പോരാന്ന് തോന്നിയോ അപ്പോൾ ശൗചം, ആചമനം, സ്നാനം, കുളിക്കുക. സന്ധ്യോപാസനമാർജവം, സന്ധ്യാസമയത്ത് ചെയ്യേണ്ടതായ ഉപാസന. അതിൽ ഗായത്രി ജപമാണ് ഏറ്റവും പ്രധാനം. അത് ജപം മാത്രമല്ല, അതോടുകൂടി ചില വേദമന്ത്രങ്ങളും എല്ലാം ചൊല്ലി ചില പ്രത്യേക തന്ത്രങ്ങളോടുകൂടി ചെയ്യുന്നതാണ് സന്ധ്യാവന്ദനം. ആർജവം, സന്ധ്യയെ ഉപാസിക്കുക എന്നതിന് സന്ധ്യാസമയത്ത് ചെയ്യേണ്ട ഉപാസന ആർജവം. അങ്ങനെ എന്തെല്ലാം നമ്മുടെ നിഷ്ഠകളുണ്ടോ ആ നിഷ്ഠകൾ മുഴുവൻ അവനവനെ ശുദ്ധീകരിക്കാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവനവനെ ശുദ്ധീകരിക്കാൻ. സന്ധ്യാസമയത്ത് ഉപാസിച്ചാൽ സന്ധ്യയ്ക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സന്ധ്യ എന്നോ തുടങ്ങിയതാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു സന്ധ്യ, വൈകുന്നേരം അസ്തമിക്കുമ്പോൾ ഒരു സന്ധ്യ. അതുകൊണ്ട് എന്തെങ്കിലും ഭാവപ്പകർച്ചയുണ്ടെങ്കിൽ അത് ഭൂമിയിലും ഭൂജന്തുക്കൾക്കുമാണ്. അതിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ആ സന്ധ്യാസമയത്ത് നാം നടത്തുന്ന ഉപാസന. എല്ലാ ഉപാസനകളിലും എന്താ സംഭവിക്കുന്നത്? നാം ഈശ്വരൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈശ്വരൻ സർവ്വവ്യാപിയാണ്, നമ്മുടെ ഉള്ളിലും പുറത്തുമുണ്ട്. പക്ഷേ നമുക്കത് അങ്ങനെയാണെന്ന് തോന്നാത്തത് കൊണ്ട് കുറച്ചു നേരം അടുത്ത് ചെലവ് ചെയ്യാം ഈ അനുഷ്ഠാനങ്ങൾ മൂലം. സന്ധ്യോപാസനമാർജവം, മനസ്സ് നിഷ്കളങ്കമായിരിക്കണം. നേരെ വാ നേരെ പോ എന്നുള്ള പെരുമാറ്റം എപ്പോഴും വേണം. തീർത്ഥസേവാ ജപ, തീർത്ഥസേവ, നല്ല തീർത്ഥങ്ങളിലൊക്കെ പോയി സേവിക്കുക, സമയം ചെലവ് ചെയ്യുക, കുളിക്കുക. ഇപ്പോൾ കാശിക്ക് പോയാൽ ഗംഗാസ്നാനമുണ്ട്, യമുനയ്ക്ക് പോയാൽ അവിടെയുണ്ട്. അങ്ങനെ ഗോദാവരി സ്നാനം, നമ്മുടെ നർമ്മദാ പരിക്രമണം എന്നൊന്നും ഇപ്പോഴും നടത്തുന്നുണ്ട്. നർമ്മദാ നദിയെ പൂർണ്ണമായി പരിക്രമണം, പ്രദക്ഷിണം വയ്ക്കുക. സമുദ്രത്തിൽ ചെന്ന് കടന്ന് ഉദ്ഭവസ്ഥാനത്ത് ചെന്ന് മറികടന്ന് വന്ന് മാസങ്ങളോളം എടുക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. തീർത്ഥസേവ ജപ, വെറുതെ ഇരിക്കരുത്. ഒന്നുകിൽ ഈശ്വരൻ്റെ നാമം ജപിക്കുക, അല്ല ഗുരു വല്ല മന്ത്രവും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ മന്ത്രം ജപിക്കുക. പിന്നെ അസ്പൃശ്യ അഭക്ഷ്യ അസംഭാഷ്യ വർജനം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തൊടാൻ പാടില്ലാത്തത് തൊടരുത്, ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഭക്ഷിക്കരുത്, സംസാരിക്കാൻ പറ്റാത്ത വാക്ക് സംസാരിക്കരുത്. എന്നോട് ചിലപ്പോൾ പറയാറുണ്ട്, ഓ അയാൾ പറയണ വാക്ക് എനിക്ക് സ്വാമിജിയോട് പറയാൻ പറ്റില്ല, ആ മാതിരിയാണ് സംസാരിക്കണേന്ന്. അപ്പോൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയണ്ട, തൊടാൻ പറ്റാത്തത് തൊടണ്ട, കഴിക്കാൻ പറ്റാത്തത് കഴിക്കണ്ട. നിങ്ങൾ വിഷം കഴിക്കുമോ? വിഷം കലർന്ന ഭക്ഷണം കഴിക്കുമോ? കഴിക്കില്ല. അതുപോലെ വിഷം കലർന്നതാണ് ഈ വാക്കും ബാക്കിയുള്ള സാധനങ്ങൾ. അങ്ങനെ തെറ്റായിട്ടുള്ള സംഗതികൾ ഒന്നും നമ്മൾ ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ തെറിപ്പാട്ട് പൊടി പൊടിച്ച് നടത്തിക്കൊണ്ടിരുന്നു വഴിയിലൊക്കെ. ആർക്കാ ഈ തെറി പാടുന്നത്? ആർക്ക് കേൾക്കാനാ? ഭഗവതിക്ക് കേൾക്കാനാ. എന്നാൽ ഭഗവതിയുടെ അടുത്ത് പോയി പറയട്ടെ, അവർ വഴിനീളെ പാടേണ്ടത് എന്താ? വഴിനീളെ പാടുന്നത് ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പിടിക്കുന്നില്ലേ? അപ്പോൾ അവർക്ക് കേൾക്കാൻ പിടിക്കാത്തത് ഇവർക്ക് പാടിക്കൊള്ളണമെന്ന് എന്താ? അപ്പോൾ ചിലതൊക്കെ ഒഴിവാക്കുക. എന്നാൽ ഇത് തുടങ്ങി വെച്ചത് ആരാ? അത്ര ഒരു പഠിപ്പും ഗ്രഹണവും ഇല്ലാത്തവരായിരിക്കാം. അത് കണ്ടിട്ട് ചിരിക്കാൻ വേറെ കുറേ ആൾക്കാർ. അപ്പോൾ ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും ഗുണദോഷങ്ങൾ നമ്മളെ ധരിപ്പിച്ചു തരുന്നതാണ്. സർവാശ്രമപ്രയുക്തോയം നിയമഃ കുലനന്ദന
മദ്ഭാവഃ സർവഭൂതേഷു മനോവാക്കായ സംയമഃ സർവാശ്രമപ്രയുക്തോയം നിയമഃ കുലനന്ദന. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഏതെല്ലാം? ശൗചം, ആചമനം, സ്നാനം, സന്ധ്യോപാസനം, ആർജവം, തീർത്ഥസേവ, ജപഃ, അസ്പൃശ്യാഭക്ഷ്യ സംഭാഷ്യവർജനം. ഇങ്ങനെ 8ഉം 2ഉം 10 കൂട്ടമുണ്ടല്ലോ. സർവാശ്രമപ്രയുക്തോയം നിയമഃ. എല്ലാ ആശ്രമങ്ങൾക്കും ഒരുപോലെ പ്രസക്തവും നിർബന്ധപൂർവം വേണം എന്നുള്ളതാണിത്. എന്താ ഇപ്പം കാര്യങ്ങൾ? ബ്രാഹ്മണനുള്ള ധർമ്മം എന്ന് പറഞ്ഞ് കുറച്ച് പ്രത്യേക അവിടെ ഉണ്ടായിക്കോട്ടെ, വൈശ്യനും ക്ഷത്രിയനും ശൂദ്രനും എല്ലാവർക്കും ഒരുപോലെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇപ്പം എന്താ? സർവ്വ ആൾക്കാർക്കും ഒരു വ്യത്യാസം ഇവിടെയില്ല. ഇതൊക്കെ എത്തിക്കൽ, സ്പിരിച്വൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ വെർച്യൂസ് എന്ന് പറയാം. വൃത്തിയായിരിക്കണം, ആചമനം വേണം, കുളിക്കണം, സന്ധ്യതോറും ഉപാസിക്കണം, മനസ്സിന് നിഷ്കളങ്കമാക്കി വയ്ക്കണം, പുണ്യക്ഷേത്രങ്ങളിലും പുണ്യസങ്കേതങ്ങളിലും ചെല്ലണം, ജപിക്കണം, അരുതാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ സാർവത്രികമായത്. സർവാശ്രമപ്രയുക്തോയം നിയമഃ. ഈ നിയമമുണ്ടല്ലോ, ഈ വ്യവസ്ഥ എല്ലാ ആശ്രമങ്ങൾക്കും ഒരുപോലെ പ്രയുക്തമാണ്, പ്രസക്തമാണ്. ഹേ കുലനന്ദന, മദ്ഭാവഃ സർവഭൂതേഷു മനോവാക്കായ സംയമഃ. മദ്ഭാവഃ, ഈശ്വരനെ മനസ്സിൽ നിർത്തുക. ഈശ്വരനാണ് എല്ലാം എന്ന് തോന്നുക. ഉള്ളിലും പുറത്തും അത് തന്നെ, ഈശ്വരൻ തന്നെ. അദ്ദേഹം ബാഹ്യാഭ്യന്തരനാണ്, ഉള്ളിലും പുറത്തുമുണ്ട്. നമ്മൾക്ക് ഈശ്വരനിൽ നിന്ന് അകലാൻ പറ്റില്ല, ഈശ്വരനെ അകറ്റാനും പറ്റില്ല. എല്ലാറ്റിലും ഒരുപോലെ ഈശ്വരഭാവം കാണുക. ബിംബത്തിലോ പടത്തിലോ ദൈവത്തിലോ മാത്രം കണ്ടാൽ പോരാ, എല്ലാറ്റിലും ഒരുപോലെ കാണണം. മനോവാക്കായ സംയമഃ. മനസ്സിനെയും വാക്കിനെയും ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ ഒതുക്കി നിർത്തണം. മനോവാക്കായ സംയമഃ സർവാശ്രമപ്രയുക്തോയം നിയമഃ കുലനന്ദന മദ്ഭാവഃ സർവഭൂതേഷു മനോവാക്കായ സംയമഃ. ഏവം ബൃഹദ്വ്രതധരോ ബ്രാഹ്മണോ അഗ്നിരിവജ്വലൻ മദ്ഭക്തസ്തീവ്രതപസാ ദഗ്ധകർമാശയോ അമലഃ. ഏവം ബൃഹദ്വ്രതധരോ ബ്രാഹ്മണോ അഗ്നിരിവജ്വലൻ. ഓ, എവിടെ പോയി കാര്യങ്ങൾ? മനുഷ്യജന്മം ഇങ്ങനെ ആന്തരമായിരിക്കുന്ന തേജസ്സും പ്രഭാവവും വളർത്തിയെടുക്കാനുള്ളതാണ്. ആന്തരമായ തേജസ്സും പ്രഭാവവും. ഏവം ഇപ്രകാരം ബൃഹദ്വ്രതധരഃ. ആരായി ബൃഹദ്വ്രതധരൻ? അച്ഛനും അമ്മയും ഉപനയനം കഴിച്ച് ഗുരുകുലത്തിലേക്ക് പോയി വിദ്യ അഭ്യസിച്ച് വരൂ എന്ന് പറഞ്ഞാണ് അയച്ചത്. വരരുത് എന്ന് പറഞ്ഞാൽ ആരും അയച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഗുരു പഠിപ്പിച്ച അവിടുത്തെ വിദ്യയുടെ പ്രകൃതവും വേദം പ്രഖ്യാപിക്കുന്നതും നിർദ്ദേശിക്കുന്നതും ഒക്കെ മനസ്സിലായപ്പോൾ എനിക്കിനി തിരിച്ചുപോയി ഒരു ഗൃഹസ്ഥനായിരിക്കുന്നതല്ല ആവശ്യം, ബ്രഹ്മവർച്ചസ്വിയായി തേജസ്വിയായി ആത്മാനുഭവത്തിൽ ആറാടുന്നതാണ് എന്ന് തോന്നി അവിടെ തന്നെ കഴിഞ്ഞുകൂടണം എന്ന് തോന്നുന്ന ബൃഹദ്വ്രതനായി. ബൃഹദ്വ്രതം ധരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണനുണ്ടല്ലോ, അഗ്നിരിവജ്വലൻ, അഗ്നിയെപ്പോലെ ജ്വലിച്ചുകൊണ്ട് മദ്ഭക്തസ്തീവ്ര തപസാ, എൻ്റെ ഭക്തനായി, ഈശ്വരഭക്തനായി തീവ്ര തപസ്സോടുകൂടി ദഗ്ധകർമാശയോ അമലഃ. അച്ഛനമ്മമാർക്ക് ജനിച്ചപ്പോൾ നമ്മൾ മനുഷ്യ സഹജമായ കർമ്മവാസനയോടുകൂടിയാണ് ജനിക്കുന്നത്. ആ കർമ്മവാസനയോടുകൂടി ജനിച്ചിട്ടുള്ള ആ ജനനമുണ്ടല്ലോ, അതിലുള്ള വാസനാബലം, ജന്മസിദ്ധമായിട്ടുള്ള വാസനാബലം എന്തുണ്ടോ അത് മുഴുവനും അങ്ങോട്ട് കത്തിക്കരിഞ്ഞ് വെണ്ണീറായിപ്പോയി. അമലഹ, അമലഹൃദയനായി, അമല വ്യക്തിയായി. മദ്ഭക്തസ് തീവ്ര തപസ, തീവ്രമായിരിക്കുന്ന തപസ്സോടുകൂടി. ശരിയായിട്ട് തപസ് ചെയ്യാൻ നമുക്കൊന്നും വേണ്ട, ഒരു സഹായവും വേണ്ട. ദേശത്തിൽ സമയത്തിനുള്ളിലിരുന്നു കൊണ്ട് നാം അനുഷ്ഠിക്കുന്ന നിയന്ത്രണങ്ങളാണ് തപസ്. തപസ് ചെയ്യാനായിട്ട് നമുക്കൊരു വാച്ച് വേണ്ട, ഒരു പ്രത്യേക സ്ഥലം ആവശ്യമില്ല, സാമഗ്രികളും വേണ്ട.
അഗ്നി വേണ്ട, നെയ്യ് വേണ്ട, ഒന്നും വേണ്ട. അവനവൻ്റെ വ്യക്തിത്വത്തിൽ നാം ചെലുത്തുന്ന നിയന്ത്രണമാണ് തപസ്, നിയമനമാണ് തപസ്. ഇപ്പം കാലത്ത് എണീറ്റു, ഒരു വിജന പ്രദേശത്ത് ചെന്നു, ഉദിക്കുന്ന സൂര്യനെ നോക്കി. സൂര്യൻ മേപ്പെട്ട് പൊങ്ങുന്തോറും കണ്ണും പൊന്തി. സൂര്യൻ മറിഞ്ഞപ്പോൾ വൈകുന്നേരം വരെ അങ്ങനെ ഇരുന്നാൽ അത് തപസ്സായി. അതിനുവേണ്ടി നമുക്കിപ്പോൾ എന്ത് സഹായം വേണം? ഒരിടത്ത് ചെന്നു, കണ്ണടച്ച് മിണ്ടാണ്ടിരുന്നു. ഒരു 3-4 മണിക്കൂർ നേരം ദിവസേന മിണ്ടാണ്ടിരിക്കുക, അതൊരു തപസ്സാണ്. തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലുത്തുന്ന നിയന്ത്രണം എന്നർത്ഥം. സാധാരണ ചെയ്യുന്നതൊന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചിലത് വേണ്ടാന്ന് വയ്ക്കുക. ഭാഗവതം എടുത്തു, പ്രതിദിനം ഞാൻ വായിക്കാൻ പോവാ, വേറെ ഒന്നും ചെയ്യില്ല, ഭാഗവതം മാത്രം വായിക്കും. ഒരാഴ്ച നിങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടും, അല്ലെങ്കിൽ ഒരു മാസം വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ഒരക്ഷരം മിണ്ടരുത്. വായിക്കുക 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 വായിക്കുക. മനസ്സിലായി എന്നൊന്നും പറയരുത്, വായിച്ചോളൂ. അക്ഷരങ്ങൾ വായിക്കൂ, പദങ്ങൾ വായിക്കൂ. ആദ്യം അക്ഷരങ്ങൾ വായിക്കും, പിന്നെ പദങ്ങൾ വായിക്കും, കുറച്ച് കഴിഞ്ഞാൽ വരികൾ വായിക്കും, അത് കഴിഞ്ഞാൽ പൂർവ്വപാദം വായിക്കും, ഉത്തരപാദം വായിക്കും, അത് കഴിഞ്ഞാൽ ശ്ലോകം മുഴുവനും വായിക്കാറാവും. വെറുതെ വായിച്ചു നോക്കൂ. ഒരു തപസ്സിനാണ് വായിക്കുന്നത്, മനസ്സിലാവാനല്ല. മനസ്സിലാവുന്നത് അതിൻ്റെ വേറെ ഒരു ഭാഗം. നമ്മുടെ നാട്ടിൽ വേദം പഠിച്ചവർ പലരും ഉണ്ട്, അവർക്ക് വേദം ചൊല്ലാനേ അറിയുള്ളൂ, വേദത്തിൻ്റെ അർത്ഥം അറിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അതൊരു തപസ്സാണ്. അപ്പം ആ തപസ് മദ്ഭക്തസ് തീവ്ര തപസ ദഗ്ധകർമാശയോ അമലഃ അഥാനന്തരമാവേക്ഷ്യൻ യഥാ ജിജ്ഞാസിതാഗമഃ ഗുരവേ ദക്ഷിണാം ദത്വാ സ്നായാത് ഗുർവനുമോദിതഃ. അതല്ലെങ്കിൽ, ഇതിപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ കാര്യം പറഞ്ഞു. ഇനി ഉപകുർവാണനാണെങ്കിൽ എന്തു വേണം? അനന്തരമാവേക്ഷ്യൻ. ബ്രഹ്മചര്യം കഴിഞ്ഞാൽ അനന്തരം രണ്ടാമത്തത് എന്താ? ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കണം എന്ന് തോന്നുന്നവൻ അഥാനന്തരമാവേക്ഷ്യൻ യഥാ ജിജ്ഞാസിതാഗമഃ. ജിജ്ഞാസിത ആഗമഃ, വേണ്ടതുപോലെ താൻ പഠിക്കേണ്ടതായ വേദം അധ്യയനം, ശാസ്ത്രാധ്യയനം കഴിഞ്ഞു എന്ന് മനന്നാൽ ഗുരവേ ദക്ഷിണാം ദത്വാ. ഗുരുവിന് വേണ്ടി എന്താ ദക്ഷിണ അദ്ദേഹം ചോദിക്കണത്? അത് കൊടുക്കുക. സാധാരണ പഠിപ്പിൻ്റെ അവസാനത്തിൽ ഗുരു ഒരു ദക്ഷിണ ചോദിക്കും. ആ ഗുരു ദക്ഷിണ ചോദിക്കുന്നത് എങ്ങനെയാ? ശിഷ്യൻ്റെ നിലയൊക്കെ മനസ്സിലാക്കി തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ആവശ്യം നിറവേറാനാകാം, അല്ലെങ്കിൽ ശിഷ്യന് കൂടുതൽ ധന്യത വരാനാകാം. ശിഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ദക്ഷിണ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഗുരുവിനൊരു ആവശ്യമുണ്ടാവാം. അത് ആ ആവശ്യം തനിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ സമാജത്തിന് വേണ്ടിയാവാം, ശിഷ്യൻ്റെ യോഗ്യത പുറത്തു കൊണ്ടുവരുന്നതിനാവാം. അതുവരെ കുട്ടിയാണല്ലോ, പഠിച്ചു പോവാണല്ലോ, തനിക്ക് എത്രത്തോളം ശക്തിയുണ്ട്, കെൽപ്പുണ്ട് എന്ന് കുട്ടി അറിയില്ല. അപ്പോൾ അവനെ ബോധ്യപ്പെടുത്തി അയക്കാൻ വേണ്ടിയിട്ടാകാം ഒരു ധീരത ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ പറയുന്നത്. അത് ഗുരുവിന് വിട്ടുകൊടുക്കുക. ഗുരവേ ദക്ഷിണാം ദത്വ. ആ ഗുരു എന്താ ആവശ്യപ്പെടുന്നു അത് കൊടുക്കുക. തൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, ഒരു നമസ്കാരം മാത്രമേ ഉള്ളൂ, ഞാൻ മടങ്ങി പോവാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞാൻ മടങ്ങിപ്പോയതിന് ശേഷം രണ്ടാമത് ഇവിടെ വരാം എന്ന് പറഞ്ഞ് പോവാ. എന്നിട്ട് തനിക്ക് അവിടെ ചെന്ന് തൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും ആയാൽ അപ്പോൾ പോയിട്ട് വലിയ വട്ടയിലും കൊട്ടയിലും കൊണ്ടു കൊടുക്കണമെങ്കിൽ കൊണ്ടു കൊടുത്തോളൂ. അപ്പോൾ ഗുരുവിന് ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പരിസമാപനത്തിൻ്റെ ഒരു സൂചന എന്നേ കണക്കാക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഈ ദക്ഷിണയെ ഒരു വേതനമോ ഒരു പ്രതിഫലമോ ആയി കണക്കാക്കരുത്. ഒരു പ്രതിഫലവും ഇല്ല അതിന്, ഗുരു പഠിപ്പിച്ചതിന് ഒരു കാലത്തും ഉണ്ടാവില്ല. ഗുരവേ ദക്ഷിണാം ദത്വാ സ്നായാത് ഗുരു അനുമോദിതഃ. ആ ഗുരു പോകാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കുളി കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് പുറപ്പെടുക, സ്വഗൃഹത്തിലേക്ക് തിരിച്ചു പോകാൻ. ഗൃഹം വനം വോപവിശേത് പ്രവ്രജേദ്വാദ്വിജോത്തമഃ ആശ്രമാത് ആശ്രമം ഗച്ഛേത് നാന്യഥാ മത്പരശ്ചരേത്. അച്ഛനമ്മമാർക്ക് ജനിച്ചപ്പോൾ നമ്മൾ മനുഷ്യ സഹജമായ കർമ്മവാസനയോട് കൂടിയാണ് ജനിക്കുന്നത്. ആ കർമ്മവാസനയോടുകൂടി ജനിച്ചിട്ടുള്ള ആ ജനനമുണ്ടല്ലോ, അതിലുള്ള വാസനാബലം, ജന്മസിദ്ധമായിട്ടുള്ള വാസനാബലം എന്തുണ്ടോ അത് മുഴുവനും അങ്ങോട്ട്
കത്തിക്കരിഞ്ഞ് വെണ്ണീറായിപ്പോയി. അമലഹ, അമലഹൃദയനായി, അമല വ്യക്തിയായി. മദ്ഭക്ത തീവ്ര തപസ, തീവ്രമായിരിക്കുന്ന തപസ്സോടുകൂടി. ശരിയായിട്ട് തപസ് ചെയ്യാൻ നമുക്കൊന്നും വേണ്ട, ഒരു സഹായവും വേണ്ട. ദേശത്തിൽ സമയത്തിനുള്ളിലിരുന്നു കൊണ്ട് നാം അനുഷ്ഠിക്കുന്ന നിയന്ത്രണങ്ങളാണ് തപസ്. തപസ് ചെയ്യാനായിട്ട് നമുക്കൊരു വാച്ച് വേണ്ട, ഒരു പ്രത്യേക സ്ഥലം ആവശ്യമില്ല, സാമഗ്രികളും വേണ്ട, അഗ്നി വേണ്ട, നെയ്യ് വേണ്ട, ഒന്നും വേണ്ട. അവനവൻ്റെ വ്യക്തിത്വത്തിൽ നാം ചെലുത്തുന്ന നിയന്ത്രണമാണ് തപസ്, നിയമനമാണ് തപസ്. ഇപ്പോൾ കാലത്ത് എണീറ്റു, ഒരു വിജന പ്രദേശത്ത് ചെന്നു, ഉദിക്കുന്ന സൂര്യനെ നോക്കി. സൂര്യൻ മേപ്പെട്ട് പൊങ്ങുന്തോറും കണ്ണും പൊന്തി. സൂര്യൻ മറിഞ്ഞപ്പോൾ വൈകുന്നേരം വരെ അങ്ങനെ ഇരുന്നാൽ അത് തപസ്സായി. അതിനുവേണ്ടി നമുക്കിപ്പോൾ എന്ത് സഹായം വേണം? ഒരിടത്ത് ചെന്നു, കണ്ണടച്ച് മിണ്ടാണ്ടിരുന്നു. ഒരു 3-4 മണിക്കൂർ നേരം ദിവസേന മിണ്ടാണ്ടിരിക്കുക, അതൊരു തപസ്സാണ്. തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലുത്തുന്ന നിയന്ത്രണം എന്നർത്ഥം. സാധാരണ ചെയ്യുന്നതൊന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചിലത് വേണ്ടാന്ന് വയ്ക്കുക. ഭാഗവതം എടുത്തു, പ്രതിദിനം ഞാൻ വായിക്കാൻ പോവാ, വേറെ ഒന്നും ചെയ്യില്ല, ഭാഗവതം മാത്രം വായിക്കും. ഒരാഴ്ച നിങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടും, അല്ലെങ്കിൽ ഒരു മാസം വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ഒരക്ഷരം മിണ്ടരുത്. വായിക്കുക 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 വായിക്കുക. മനസ്സിലായി എന്നൊന്നും പറയരുത്, വായിച്ചോളൂ. അക്ഷരങ്ങൾ വായിക്കൂ, പദങ്ങൾ വായിക്കൂ. ആദ്യം അക്ഷരങ്ങൾ വായിക്കും, പിന്നെ പദങ്ങൾ വായിക്കും, കുറച്ച് കഴിഞ്ഞാൽ വരികൾ വായിക്കും, അത് കഴിഞ്ഞാൽ പൂർവ്വപാദം വായിക്കും, ഉത്തരപാദം വായിക്കും, അത് കഴിഞ്ഞാൽ ശ്ലോകം മുഴുവനും വായിക്കാറാവും. വെറുതെ വായിച്ചു നോക്കൂ. ഒരു തപസ്സിനാണ് വായിക്കുന്നത്, മനസ്സിലാവാനല്ല. മനസ്സിലാവുന്നത് അതിൻ്റെ വേറെ ഒരു ഭാഗം. നമ്മുടെ നാട്ടിൽ വേദം പഠിച്ചവർ പലരും ഉണ്ട്, അവർക്ക് വേദം ചൊല്ലാനേ അറിയുള്ളൂ, വേദത്തിൻ്റെ അർത്ഥം അറിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അതൊരു തപസ്സാണ്. അപ്പം ആ തപസ് മദ്ഭക്ത തീവ്ര തപസ ദഗ്ധകർമാശയോ അമലഃ അഥാനന്തരമാവേക്ഷ്യൻ യഥാ ജിജ്ഞാസിതാഗമഃ ഗുരവേ ദക്ഷിണാം ദത്വാ സ്നായാത് ഗുർവനുമോദിതഃ. അതല്ലെങ്കിൽ, ഇതിപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ കാര്യം പറഞ്ഞു, ഇനി ഉപകുർവാണനാണെങ്കിൽ എന്തു വേണം? അനന്തരമാവേക്ഷ്യൻ. ബ്രഹ്മചര്യം കഴിഞ്ഞാൽ അനന്തരം രണ്ടാമത്തത് എന്താ? ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കണം എന്ന് തോന്നുന്നവൻ അഥാനന്തരമാവേക്ഷ്യൻ യഥാ ജിജ്ഞാസിതാഗമഃ. ജിജ്ഞാസിത ആഗമഃ, വേണ്ടതുപോലെ താൻ പഠിക്കേണ്ടതായ വേദം അധ്യയനം, ശാസ്ത്രാധ്യയനം കഴിഞ്ഞു എന്ന് മനന്നാൽ ഗുരവേ ദക്ഷിണാം ദത്വാ. ഗുരുവിന് വേണ്ടി എന്താ ദക്ഷിണ അദ്ദേഹം ചോദിക്കുന്നത്? അത് കൊടുക്കുക. സാധാരണ പഠിപ്പിൻ്റെ അവസാനത്തിൽ ഗുരു ഒരു ദക്ഷിണ ചോദിക്കും. ആ ഗുരു ദക്ഷിണ ചോദിക്കുന്നത് എങ്ങനെയാ? ശിഷ്യൻ്റെ നിലയൊക്കെ മനസ്സിലാക്കി തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ആവശ്യം നിറവേറാനാകാം, അല്ലെങ്കിൽ ശിഷ്യന് കൂടുതൽ ധന്യത വരാനാകാം. ശിഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ദക്ഷിണ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഗുരുവിനൊരു ആവശ്യമുണ്ടാവാം, അത് ആ ആവശ്യം തനിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ സമാജത്തിന് വേണ്ടിയാവാം, ശിഷ്യൻ്റെ യോഗ്യത പുറത്തു കൊണ്ടുവരുന്നതിനാവാം. അതുവരെ കുട്ടിയാണല്ലോ, പഠിച്ചു പോവാണല്ലോ, തനിക്ക് എത്രത്തോളം ശക്തിയുണ്ട്, കെൽപ്പുണ്ട് എന്ന് കുട്ടി അറിയില്ല. അപ്പോൾ അവനെ ബോധ്യപ്പെടുത്തി അയക്കാൻ വേണ്ടിയിട്ടാകാം ഒരു ധീരത ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ പറയുന്നത്. അത് ഗുരുവിന് വിട്ടുകൊടുക്കുക. ഗുരവേ ദക്ഷിണാം ദത്വ. ആ ഗുരു എന്താ ആവശ്യപ്പെടുന്നു അത് കൊടുക്കുക. തൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, ഒരു നമസ്കാരം മാത്രമേ ഉള്ളൂ, ഞാൻ മടങ്ങി പോവുകയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞാൻ മടങ്ങിപ്പോയതിന് ശേഷം രണ്ടാമത് ഇവിടെ വരാം എന്ന് പറഞ്ഞു പോവുക. എന്നിട്ട് തനിക്ക് അവിടെ ചെന്ന് തൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും ആയാൽ അപ്പോൾ പോയിട്ട് വലിയ വട്ടയിലും കൊട്ടയിലും കൊണ്ടു കൊടുക്കണമെങ്കിൽ കൊണ്ടു കൊടുത്തോളൂ. അപ്പോൾ ഗുരുവിന് ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പരിസമാപനത്തിൻ്റെ ഒരു സൂചന എന്നേ കണക്കാക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഈ ദക്ഷിണയെ ഒരു വേതനമോ ഒരു പ്രതിഫലമോ ആയി കണക്കാക്കരുത്. ഒരു പ്രതിഫലവും ഇല്ല അതിന്, ഗുരു പഠിപ്പിച്ചതിന് ഒരു കാലത്തും ഉണ്ടാവില്ല. ഗുരവേ ദക്ഷിണാം ദത്വാ സ്നായാത് ഗുരു അനുമോദിതഃ. ആ ഗുരു പോകാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ
അവിടുന്ന് ഒരു കുളി കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് പുറപ്പെടാം, സ്വഗൃഹത്തിലേക്ക് തിരിച്ചു പോകാൻ. ഗൃഹം വനം വോപവിശേത് പ്രവ്രജേദ്വാദ്വിജോത്തമ ആശ്രമാത് ആശ്രമം ഗച്ഛേത് നാന്യഥാ മത്പരശ്ചരേത്. കേൾക്കണുണ്ടോ നിങ്ങളിത് മുഴുവനും? ഗൃഹം വനം വോപവിശേത്, ഒന്നിലോ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി പോവാം. ഈ വന്നിട്ടുള്ള ആള് നല്ല ഒരു വൈരാഗിയാണ്. അദ്ദേഹത്തിന് ഗൃഹത്തിൽ പോയിരുന്ന് കല്യാണം കഴിച്ച് അങ്ങനെ ബന്ധനമൊന്നും ഏൽക്കണം എന്നില്ല. ഗുരുവാണെങ്കിൽ ഗൃഹസ്ഥനായി ജീവിക്കുന്ന ഒരാളാണ്. അപ്പം താൻ ഇച്ഛിക്കുന്നത് ഗൃഹസ്ഥാശ്രമമല്ല, ഒന്നിലോ വാനപ്രസ്ഥൻ അല്ലെങ്കിൽ സന്യാസം, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണെങ്കിൽ പിന്നെ ആ ഗുരുകുലത്തിൽ ഇരുന്നോളണം എന്നില്ല, അവിടുന്ന് വിട്ടുപോവാം. അതാണ് ഇവിടെ പറയുന്നത്. ഗൃഹം വനം വോപവിശേത്, തിരിച്ച് ഗൃഹത്തിലേക്കോ വനത്തിലേക്കോ വാ ഉപവിശേത് പ്രവേശിക്കാം, അല്ലെങ്കിലോ പ്രവ്രജേദ്വാ ദ്വിജോത്തമ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രവ്രജേദ്വാ, പ്രവ്രജനം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാറ്റിനെയും വിട്ട് സന്യസിക്കുക. തനിക്ക് ഈ ലോകത്തിൽ തൻ്റേതായിട്ട് ഒന്നുമില്ല. എനിക്കിനി ഭൂലോകം വേണ്ട, ഭൂവർലോകം വേണ്ട, സ്വർഗലോകവും വേണ്ട, എനിക്ക് പിതൃക്കളായിട്ട് ബന്ധമില്ല, രക്തബന്ധങ്ങളുമില്ല. അതാണ് സന്യാസത്തിൻ്റെ ശരിയായ ഭാവം. ആ പ്രവ്രജേദ്വാ ദ്വിജോത്തമ, ദ്വിജോത്തമ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ആലോചിക്കേണ്ട വിഷയമാണ്. സാധാരണ പറയും ബ്രാഹ്മണന് 4 ആശ്രമം. ഞാൻ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജാത്യാവാണെന്ന് വിചാരിക്കരുത്. ബ്രഹ്മലക്ഷണങ്ങളും ബ്രഹ്മശീലങ്ങളും ഉള്ളവൻ ആരായാലും ആർക്ക് ജനിച്ചവനായാലും അവൻ ബ്രാഹ്മണനാണ്. ഇപ്പോൾ ഒരു മനുഷ്യന് ജനിച്ചു എന്ന് പറഞ്ഞാൽ ജനിച്ച ആൾ മനുഷ്യനാവണ്ടേ? മനുഷ്യനല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജനനമാണോ അവിടെ പ്രമാണം? പട്ടിയെ പോലെ ഒരാൾ ജനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം ജന്മമല്ല അവിടെ പ്രമാണം, ജനിച്ചതിന് ശേഷം ആ ആളെ എങ്ങനെ ഇരിക്കണു എന്നുള്ളതാണ് പ്രമാണം. അപ്പോൾ ബ്രഹ്മലക്ഷണത്തോടു കൂടിയ ഒരാൾ, ആ ആൾക്ക് 4 ആശ്രമമാണത്രേ: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇനി ക്ഷത്രിയനോ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം വരെ ചെല്ലാൻ പറ്റുള്ളൂ. സന്യാസി ആവാൻ ആ ക്ഷാത്ര തേജസ് സമ്മതിക്കില്ല. സന്യാസി നിരുപദ്രവിയായിരിക്കണം. എങ്ങാനും ക്ഷത്രിയൻ സന്യസിച്ച് വല്ലോരും എന്തെങ്കിലും ഒന്ന് എതിര് പറഞ്ഞാൽ മൂപ്പരുടെ കൈ പൊന്തികളി. അതുകൊണ്ട് അദ്ദേഹത്തിന് 3 ആശ്രമേ ഉള്ളൂ. വൈശ്യനോ എങ്ങനെ നോക്കിയാലും പണം എത്ര കിട്ടിയാലും പോരാന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യേ പറ്റുള്ളൂ, വാനപ്രസ്ഥനാവാൻ സാധിക്കില്ല. ബാക്കിയുള്ളവരെയൊക്കെ സഹായിക്കാം പലതരത്തിലും, അത് ഇങ്ങോട്ട് ചെയ്യും. ശൂദ്രനോ ബ്രഹ്മചര്യം മാത്രമേ പറ്റുള്ളൂ കാര്യമായിട്ട്, ബാക്കിയുള്ളതൊക്കെ പേരിന്. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. പക്ഷേ ആ പറച്ചിൽ ഇവിടെ ശരിയല്ലല്ലോ. ഇവിടെ നാം കാണുന്നത് എന്താ? പ്രവ്രജേദ്വാ ദ്വിജോത്തമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്വിജോത്തമൻ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉപനയനം ധരിച്ചിട്ടുള്ളവരൊക്കെ, അവരിൽ വെച്ച് ഉത്തമനായിട്ടുള്ളവൻ. അപ്പോൾ ഈ ശ്ലോകം കൊണ്ട് നാം മനസ്സിലാക്കുന്നത് എന്താ? ഈ സന്യാസം എന്ന് പറയുന്നത് ബ്രാഹ്മണനുമാകാം, ക്ഷത്രിയനുമാകാം, വൈശ്യനുമാകാം എന്നാണ് മനസ്സിലാക്കുന്നത്. 3 ആളും പഠിക്കുന്നത് ഒരേ വേദമാണ്, ഒരേപോലെ ഗുരുവിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഗൃഹം വനം വോപവിശേത് പ്രവ്രജേദ്വാ ദ്വിജോത്തമ ആശ്രമാത് ആശ്രമം ഗച്ഛേത് നാന്യഥാ മത്പരശ്ചരേത്. വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. എന്താ അത്? നാന്യഥാ, ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ പറ്റില്ല. എന്ത്? ഒന്നിലോ ഗൃഹത്തിൽ പ്രവേശിക്കണം, അല്ലെങ്കിൽ വനത്തിലേക്ക് പോകണം, വാനപ്രസ്ഥനാകണം, അതുമല്ലെങ്കിൽ സന്യസിക്കണം. ഇത് 3ലും പെടാതെ ആശ്രമരഹിതനായിട്ടിരിക്കരുതെന്ന്. ആ ആൾക്കൊരു പേരും കൂടിയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആശ്രമരഹിതനായിട്ടിരിക്കരുത്. ഒരു വഴി മാത്രമേ ഉള്ളൂ, മത്പരശ്ചരേ. ഇതിലൊന്നും പെടാതെ ലോകത്തിൽ സഞ്ചരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരമഭക്തനായിട്ട് സഞ്ചരിച്ചോളൂ. മത്പരഹ ചരേത്. ആ ഭക്തിയിൽ ഏകാദശത്തിൽ നമ്മൾ പറയണ്ടായി മുൻപ്. എന്ത്? നവയോഗി സംഭാഷണത്തിൽ ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ
സരിത് സമുദ്രാംശ ഹരേ ശരീരം യത് കിഞ്ചഭൂതം പ്രണമേത് അനന്യ എന്നൊക്കെ പറഞ്ഞുവല്ലോ യോഗികൾ. ആ ഭക്തി അങ്ങോട്ട് മൂത്തു കഴിഞ്ഞാൽ പുറത്തങ്ങോട്ട് കടന്നു. ആകാശം മുതൽക്ക് നമ്മുടെ മുൻപിലുള്ള എല്ലാ ചരാചരങ്ങളും ഈശ്വരൻ്റെ മൂർത്തിമത് ഭാവമാണ് എന്ന് വിചാരിച്ച് തുറന്ന് നമസ്കരിക്കുക. ഏവം വ്രതസ്വപ്രിയനാമകീർത്തിയ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഹി എന്നൊക്കെ പറയുണ്ടായി. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഈശ്വരനെ കണ്ടുകൊണ്ട് അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെത്താനെ മനസ്സ് നിറയായി. അങ്ങനെ ഒരു ഭക്തനായിട്ട് സഞ്ചരിക്കാം. ഒരാശ്രമവും ഇല്ലാതെ ഇരിക്കരുത്. ഒന്നിലോ ബ്രഹ്മചാരിയായി പഠിക്കണം. ആ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഗൃഹസ്ഥനാകണം, അല്ലെങ്കിൽ വാനപ്രസ്ഥനാകണം, അല്ലെങ്കിൽ സന്യാസിയാവണം. ഇതൊന്നുമല്ലാതെ ഇരിക്കരുത്. ഒരു പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. എന്താ അത്? എന്നിൽ പൂർണ്ണമായ ഭക്തിയോടുകൂടി സഞ്ചരിക്കുന്നതിൽ വിരോധമില്ല. ഒരു അവധൂതനെയായി, അവധൂതൻ്റെ കഥ നമ്മൾ പറയുണ്ടായി. അതുപോലെ ഇനി ഗൃഹത്തിൽ പോവുകയാണെങ്കിലോ നൈഷ്ഠികനല്ലാത്തവൻ, നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല, ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി ഉപകുർവാണനാണ് എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഗൃഹാർത്ഥി സദൃശീം ഭാര്യാം ഉദ്വഹേത് അജുഗുപ്സിതാം യവീയസീം തു വയസാ താം സവർണാം അനുക്രമാത്. ഗൃഹാർത്ഥി സദൃശീം ഭാര്യാം, ഗൃഹം അർത്ഥിക്കുന്നവനാണ്, ഗൃഹസ്ഥാശ്രമം വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോകട്ടെ. എന്നിട്ട് താമസിയാതെ സദൃശീം ഭാര്യാം ഉദ്വഹേത്, തനിക്ക് അനുരൂപയായിട്ടുള്ള സദൃശയായിരിക്കുന്ന ഒരു ഭാര്യയെ ഉദ്വഹേത് വഹിക്കണം, വേൾക്കണം. അജുഗുപ്സിതാം, അവൾക്ക് ഒരു വിധത്തിലുള്ള തെറ്റുമുണ്ടാവരുത്, നിന്ദിതയാവരുത്. യവീയസീം, പ്രായം കുറവുമായിരിക്കണം. മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് നമ്മുടെ ഇടയിൽ ഈ സമ്പ്രദായം. പുരുഷന്മാർക്ക് വയസ്സ് കൂടുതലും സ്ത്രീകൾക്ക് കുറവുള്ളവരും. എൻ്റെ അടുത്ത് ഒരാൾ പറയുമായിരുന്നു ഒരു കാര്യം സംബന്ധിച്ച്. അവർ പറയാണ്, സ്വാമിജി എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊരു സഭയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സഭയിൽ നമ്മുടെ ഭർത്താവ് ഒരു മെമ്പറാണ്. എല്ലാവരും കൂടി പറയുകയാണ് ഞാനും മെമ്പറാവുന്നു. അപ്പം ഞാനും മെമ്പറാകാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല, വിഷമം തോന്നുന്നു. സ്വാമിജി എന്ത് പറയുന്നു? സ്വാമിജി അത് നിർബന്ധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്താ നിങ്ങളങ്ങനെ പറയണേ, അതുകൊണ്ട് എന്താ വിഷമം ചോദിച്ചപ്പോൾ, എൻ്റെ വയസ്സ് എനിക്ക് പറയേണ്ടി വരും, എൻ്റെ ഭർത്താവിനേക്കാൾ എനിക്ക് വയസ്സ് കൂടുതലാണ്, അതെല്ലാവരും അറിയുന്നു. പറഞ്ഞു ആവണ്ട, പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ എബിഎസിയും എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട്. നമ്മുടെ സമ്പ്രദായമാണ് എന്ത്? പുരുഷന് വയസ്സ് കൂട്ടണം, സ്ത്രീക്ക് വയസ്സ് കുറയണം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ അയൽവക്ക രാജ്യവും നമ്മുടെ രാജ്യത്തിൽ തന്നെ കുന്നിൻ പ്രദേശത്തിൽ താമസിക്കുന്ന ചില പ്രത്യേക ജനവിഭാഗങ്ങളിൽ സ്ത്രീകൾക്കാണത്ര വയസ്സ് കൂടുതലും, പുരുഷന്മാർക്ക് ചെറുപ്പമാണ്. അപ്പോൾ അങ്ങനെയുണ്ട് ഒരു ചിട്ട. നമ്മുടെ ശാസ്ത്രം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യവീയസീം അജുഗുപ്സിതാം സദൃശീം ഭാര്യാം, തനിക്ക് അനുരൂപയായിരിക്കുന്ന ഒരു യുവതിയെ, ഒരു വിധത്തിലുള്ള നിന്ദിതത്വവും ഉണ്ടാവരുത് ആ സ്ത്രീക്ക്, വയസ്സിന് ചെറുപ്പവുമാവണം. വയസ്സാന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. യവീയസീം തു വയസാ താം സവർണാം അനുക്രമാത്, തൻ്റെ വർണ്ണത്തിൽപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വഭാവ പ്രകൃതികളോടുകൂടി യോജിച്ചവൾ. താൻ ബ്രഹ്മസ്വഭാവിയാണെങ്കിൽ അവളും ബ്രഹ്മസ്വഭാവിയാവണം. താൻ ക്ഷാത്ര തേജസ്സുള്ള ആളാണെങ്കിൽ അവരും അങ്ങനെ ആവണം. ഇപ്പോൾ മിലിറ്ററിക്കാരൻ കല്യാണം കഴിച്ചു, ഭർത്താവ് യുദ്ധത്തിന് പോകുമ്പോൾ കടന്ന് കരഞ്ഞു തുടങ്ങി പോവരുതെന്ന് പറയുന്ന സ്ത്രീ ആയാലോ, അപ്പോൾ ഈ മിലിറ്ററിക്കാർ മിക്കവാറും അവരുടെ ഉള്ളിൽ മിലിറ്ററിക്കാരുടെ മക്കളെയാണ് കല്യാണം കഴിക്കുക. അപ്പോൾ പിന്നെ ഒന്നും പറയില്ലല്ലോ. നേരെ മറിച്ച് സാധാരണ കച്ചവടക്കാരൻ്റെ മകളെ കല്യാണം കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടാവും, സമ്മതിക്കണ്ടേ, മനസ്സിണങ്ങണമല്ലോ. അപ്പോൾ സവർണാം അനുക്രമാത്. ഇനി കല്യാണത്തിൽ അനുക്രമ വിവാഹം എന്നൊരു വിവാഹമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. താം സവർണാം അനുക്രമാത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ വ്യാസമഹർഷി അങ്ങനെ പറഞ്ഞത്? ഇതിലൊരു ക്രമമുണ്ടെന്ന് കല്യാണത്തിൽ. എന്താണ് ഈ ക്രമം? സാധാരണ ഓരോ സമ്പ്രദായത്തിൽപ്പെട്ടവർ, ഓരോ വർണ്ണത്തിൽപ്പെട്ടവർ സത്വഗുണശീലന്മാരാണെങ്കിൽ അതേ സത്വഗുണശീലന്മാർക്കിടയിൽ നിന്ന് വേണം കല്യാണം കഴിക്കാൻ. അതാണല്ലോ ഈ സവർണ കല്യാണം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ തൊട്ട താഴെയുള്ളവരെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ ക്ഷാത്രലക്ഷണങ്ങളുള്ളവരിൽ നിന്ന്.
അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഒരു ബ്രഹ്മസ്വഭാവിയാണെങ്കിൽ ബ്രഹ്മസ്വഭാവിയായവളെ കല്യാണം കഴിക്കുക, അതല്ലെങ്കിൽ ക്ഷാത്രസ്വഭാവിയെയും കഴിക്കാം. അതുപോലെ ക്ഷാത്രസ്വഭാവക്കാർക്കോ വൈശ്യസ്വഭാവത്തിൽ നിന്നാവാം, വൈശ്യസ്വഭാവമുള്ളവർക്കോ അതിൽ നിന്ന് താഴത്തുള്ളവരെയും ആവാം. അങ്ങനെ വരുമ്പോൾ ഈ ശൂദ്ര സ്വഭാവമുള്ളവർക്ക് പിന്നെ വേറെ ചാൻസ് ഒന്നുമില്ല, അവരുടെ ഇടയിൽ നിന്ന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഈ അനുക്രമം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ഈ കല്യാണത്തിൽ മൊത്തത്തിൽ അനുലോമം പ്രതിലോമം എന്ന് 2 വിഭാഗമുണ്ട്. എന്താണ് ഈ അനുലോമം പ്രതിലോമം എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിൽ പറയാം പ്രോഗ്രസീവ്, റിട്രോഗ്രസീവ് എന്ന് പറയാം. വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ളത് അതാണ് അനുലോമം. എന്താ ഈ അനുലോമ വിവാഹം എന്ന് പറഞ്ഞാൽ? ബ്രഹ്മസ്വഭാവമുള്ള ഒരാൾ, ബ്രഹ്മസ്വഭാവി, അതിന് താഴെയുള്ള ആളെ കല്യാണം കഴിക്കുമ്പോൾ ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയുമാണല്ലോ. അപ്പോൾ ബ്രഹ്മസ്വഭാവി പുരുഷനും സ്ത്രീ അതിന് താഴെയുള്ള ആളും കൂടി കഴിച്ചാൽ വിരോധമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പുരുഷ മേധാവിത്വമാണ് സാധാരണ ഈ ലോകത്തിൽ ഇന്നേ വരെ നാം കാണുന്നത്. എന്താ ഈ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞാൽ? 2 കാരണങ്ങളാണതിന്. ആരാണ് പുറത്തു പോയി പലരെയും കണ്ടുമുട്ടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും വ്യവഹാരങ്ങളും ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവരുന്നത്? പുരുഷനാണ്. പുരുഷൻ പുറത്തു പോകും. അപ്പോൾ ഒരാൾ വീട്ടിലിരിക്കണം, അത് സ്ത്രീയെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ പഴയ കാലത്ത് മുതൽക്ക് സ്ത്രീകളെ പറ്റി നാം എന്താ പറയുന്നത്? എത്ര നാര്യഃ പ്രപൂജ്യന്തേ സന്തി തത്രൈവ ദേവതാഃ. സ്ത്രീകളെ എവിടെയാണോ പൂജിക്കുന്നത് അവിടെ ദേവതകളെല്ലാവരും ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം നമ്മുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ധാരാളം പണ്ടം നമ്മൾ കൊടുക്കാറുണ്ട്. സ്വർണം ധാരാളം ഉണ്ടാവും. പഴയ കാലത്ത് ബാങ്കൊന്നും ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയും പണ്ടം ധരിച്ച ഒരു സ്ത്രീ പുറത്തങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല, സൂക്ഷിച്ചിരിക്കേണ്ടി വരും. പുരുഷൻ്റെ അകമ്പടിയോട് കൂടിയേ പോകാൻ പറ്റുള്ളൂ. സമയമൊക്കെ നോക്കേണ്ടി വരും, സ്ഥലമൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ പുരുഷന് മാത്രമേ ഇങ്ങനെ പുറത്തു പോയി പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ കുടുംബകാര്യങ്ങളും എല്ലാം നോക്കുക, പുറത്തു പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ടുവരിക, രാത്രിയാണെങ്കിൽ രാത്രി, പകലാണെങ്കിൽ പകൽ, പലരെയും കാണേണ്ടി വരും, തൊഴിൽ ചെയ്യേണ്ടി വരും. തൊഴിൽ ചെയ്യുമ്പോൾ പലരുമായിട്ട് ഇടപെടേണ്ടി വരും. ഒരു സ്ത്രീക്ക് എത്രത്തോളം ഇങ്ങനെ എല്ലാവരോടും പെരുമാറാൻ സാധിക്കും? ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുരുഷൻ്റെ ഒരു നിലയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ താണ് വർണ്ണത്തിൽ നിന്ന് കല്യാണം എടുത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെടുത്താൽ ആ കുട്ടി സ്വാഭാവികമായിട്ടും ഈ ഉയർന്ന തലത്തിലുള്ള ഭർത്താവോട് കൂടി പൊരുത്തപ്പെട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുത്തും. മറിച്ചാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിലോ ഈ പുരുഷനൊട്ടും ഉയരൂല്ല. ഇതാണ് അനുലോമത്തിനും പ്രതിലോമത്തിനും തമ്മിലുള്ള വ്യത്യാസം. അതൊരു പ്രായോഗികമായിരിക്കുന്ന സിദ്ധാന്തമാണ്, അല്ലാണ്ട് അതിൽ കൂടുതൽ ദിവ്യത്വമൊന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഒരു ബ്രഹ്മസ്വഭാവത്തിലുള്ള ഒരു പുരുഷൻ ഒരു ശൂദ്ര സ്വഭാവത്തിലുള്ള സ്ത്രീയെപ്പോലും കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, ഇവിടെ ഭാഗവതം പറയണത് ഒരു സ്റ്റെപ്പ് താഴെ പൊക്കോളൂ, കൂടുതൽ സ്റ്റെപ്പ് താഴെ പോകണ്ടാണ്. അങ്ങനെ കല്യാണം കഴിച്ചാലും ആ കഴിച്ച ആൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നോളൂ. അപ്പോൾ കുട്ടികളൊക്കെ നന്നാവും, അതിനൊരു സൗകര്യവുമായിരിക്കും. ഇങ്ങനെ അനുലോമ പ്രതിലോമ വിവാഹങ്ങൾ നടക്കില്ല എന്നല്ല, നടക്കാറുണ്ട്. അനുലോമമാണ് കൂടുതലും നടക്കേണ്ടത് ഇന്നത്തെ ഘടനയിൽ എന്നാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം. ഗൃഹാർത്ഥീ സദൃശീം ഭാര്യാം ഉദ്വഹേദ് അജുഗുപ്സിതാം യവീയസീം തു വയസഃ താം സവർണാം അനുക്രമാത് ഇദ്യാധ്യയനദാനാനി സർവേഷാം ച ദ്വിജന്മനാം പ്രതിഗ്രഹോ അധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം. ഇനി ബ്രാഹ്മണനും ബ്രാഹ്മണനല്ലാത്ത ബാക്കിയുള്ളവർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് വിശേഷത എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇജ്യാധ്യയനദാനാനി. ഇജ്യ എന്ന് പറഞ്ഞാൽ വൈദികമായിരിക്കുന്ന കർമ്മങ്ങൾ, യാഗയജ്ഞങ്ങൾ നടത്തുക. അധ്യയനം എന്ന് പറഞ്ഞാൽ പഠിക്കുക, വേദം അധ്യയനം നടത്തുക. ദാനാനി, ദാനം നൽകൽ. അപ്പോൾ വൈദികമായിരിക്കുന്ന കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നതിനും വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കുന്നതിനും ദാനങ്ങൾ വേദോക്തമായ മന്ത്രങ്ങളോടുകൂടി ചെയ്യുന്നതിനുമെല്ലാം സർവേഷാം ച ദ്വിജന്മനാം, ദ്വിജന്മാർക്കെല്ലാവർക്കും ഒരുപോലെ വിധിച്ചിട്ടുള്ളതാണ്. ഒരു വ്യത്യാസവും ഇതിൽ ബ്രാഹ്മണൻ അവകാശപ്പെടാൻ പറ്റില്ല. എന്നാൽ പിന്നെ ബ്രാഹ്മണൻ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ പ്രതിഗ്രഹോ അധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം. പ്രതിഗ്രഹം, അധ്യാപനം, യാചനം എന്ന് പറയുന്ന 3 ബ്രാഹ്മണനുള്ള വിശേഷങ്ങൾ. വിവാഹത്തിനെ പറ്റി പറഞ്ഞല്ലോ.
നിങ്ങളെല്ലാവരും ഇത് അറിയണം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആധുനികന്മാർ മനസ്സിലാക്കുന്നത് ഒരു നിലയ്ക്ക് അത്യാവശ്യമാണല്ലോ. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വിധിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? ലോകസംഗ്രഹം. എന്താണ് ഈ ലോകസംഗ്രഹം? തെറ്റായ വഴിയിലൂടെ പോകുന്ന ലോകത്തെ അവരുടെ വഴി തെറ്റാണെന്ന് പറഞ്ഞ് ശരിയായ വഴി ഇന്നതാണെന്ന് ധരിപ്പിച്ച് അവരെ ശരിയാക്കി കൊണ്ട് ഘടിപ്പിക്കുക. അതാണ് ഈ ലോകസംഗ്രഹം. എന്താ? രാജവംശം നിലനിൽക്കില്ല, ഋഷിവംശം തുടരുന്നു. ഇന്നും ഇവിടെ കാശ്യപ ഗോത്രത്തിൽപ്പെട്ടവരും വസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ടവരും വിശ്വാമിത്ര ഗോത്രത്തിൽപ്പെട്ടവരും അങ്ങനെയുള്ളവർ ഇന്നും ഉണ്ട്. നമ്മുടെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതിയത് എപ്പോഴാണ്? മഹാഭാരതം എഴുതിയത്, രാമായണം എഴുതിയത് എപ്പോഴാണ്? മഹാഭാരതം 5000 കൊല്ലം മുമ്പിലാണ് എഴുതിയത്. രാമായണം അതിലും എത്രയോ മുൻപിൽ എഴുതിയതാണ്. ഈ കണ്ട വർഷങ്ങളായി ഈ കാശ്യപ ഗോത്രത്തിൽപ്പെട്ടവരും ബാക്കിയുള്ള മഹർഷിമാരുടെ ഒക്കെ വംശങ്ങൾ ഇവിടെ കാണും. ഈ ഗോത്രമുള്ളവർ കല്യാണം കഴിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഗോത്രം എന്താണെന്നാണ്. ഓ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാകും. അപ്പോൾ ഈ രക്തബന്ധം ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള വലിയ ഒരു മുൻകരുതലാണ് ഈ ഗോത്രം മാറണം എന്ന് പറയുന്നതിൽ നിന്ന് വരുന്നത്. ഈ ഗോത്രമില്ലാത്തവരെന്താ നോക്കുക? തറവാട് എന്നൊരു പേരുണ്ട്. തറവാട്ടുകാർ കല്യാണം കഴിക്കില്ല. കല്യാണം കഴിക്കണമെങ്കിൽ കുടുംബം അല്ലെങ്കിൽ തറവാടൊന്ന് വേറെ ആവണം. അതും ഒരു വലിയ സേഫ് ഗാർഡാണ്. ഇതൊക്കെ പെട്ടെന്നുണ്ടായതാണെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? എത്രയെത്ര മനുഷ്യ തലമുറ കഴിയുമ്പോഴാണ് ഈ വക വീണ്ടു വിചാരങ്ങൾ വന്ന് ഒരു ഭാഗത്ത് അന്വേഷണം, തിരച്ചൽ, മറുഭാഗത്ത് കണ്ടുപിടുത്തങ്ങൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഇന്ദ്രിയങ്ങൾക്ക് മുമ്പുള്ള അനുഭവങ്ങൾ, മനസ്സിനും ബുദ്ധിക്കും മുമ്പുള്ള ആലോചന, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് യുക്തിസഹമായി സഭ്യതാ മാർഗങ്ങളും സഭ്യതാ നിലവാരങ്ങളും നാം ഗണിച്ചുണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ സംസ്കാരം ഇങ്ങനെ രൂപപ്പെട്ടതിന് നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ എത്ര തന്നെ നന്ദി പറഞ്ഞാലും ഒരിക്കലും അത് അധികമാവില്ല. വലിബന്ധം എന്നൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വലിയിടാനുള്ള കുടുംബക്കാരടുത്തുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഒഴിവാക്കിയിട്ടേ നിങ്ങൾ അന്വേഷിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനം. ഈ വിവാഹ ചടങ്ങുകളെ പറ്റി ഒന്ന് പറയണം. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടം ഉണ്ടാവേണ്ടതാണ്. എന്താണ് ഈ വിവാഹം? വെറുതെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടി ഒരു രജിസ്റ്റർ അങ്ങോട്ട് ചെയ്തു, കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്തും സ്വാതന്ത്ര്യമൊക്കെ പരിരക്ഷിക്കാൻ ഒരു പക്ഷേ അത് സഹായിച്ചു എന്ന് വരാം. പക്ഷേ നിങ്ങളുടെ വിവാഹം, വാസ്തവത്തിൽ വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്താ? വംശവൃദ്ധിയാണ് ഉദ്ദേശം. എന്താ ഈ വംശവൃദ്ധി എന്ന് പറഞ്ഞാൽ? ഒരാൺകുട്ടി ജനിച്ചത് അച്ഛനമ്മമാരിൽ നിന്നാണ്, പെൺകുട്ടി ജനിക്കുന്നതോ അതും അച്ഛനമ്മമാരിൽ നിന്നാണ്. അപ്പോൾ താൻ ജനിക്കാനായി ഒരച്ഛനും ഒരമ്മയും ഉണ്ടായി. അപ്പോൾ താൻ മരിക്കുന്നതിന് മുൻപ് തന്നെപ്പോലെ തന്നെ താൻ എങ്ങനെ അച്ഛനമ്മമാരിൽ നിന്ന് ജനിച്ചോ അതേമാതിരി ഞാനും, ഇത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ വിചാരിക്കുന്നതാണ്, ഞങ്ങളും മരിച്ചു പോകുന്നതിന് മുൻപ് 2 കുട്ടികൾക്കെങ്കിലും ജന്മം നൽകി പോവാം. അപ്പോൾ 2 പേരുടെ സ്ഥാനത്ത് 2 കുട്ടികൾ, ആ 2 കുട്ടികളുടെ സ്ഥാനത്ത് വേറെ 2 കുട്ടികൾ. അതാണ് ഈ വംശവൃദ്ധി എന്ന് പറയുന്നത്. ആരും കല്യാണം കഴിച്ചില്ലെങ്കിൽ മനുഷ്യവംശം തന്നെ ഇല്ലാതെയാവുമല്ലോ. അത് നമുക്ക് ആശാസ്യമല്ല, ഒരിക്കലുമല്ല. മനുഷ്യവംശം എന്തിനുവിടെ ഉണ്ടായി? എന്തിനുണ്ടായോ അതേ കാരണത്താൽ അത് തുടരും വേണം. നമ്മളാരും ആവശ്യപ്പെട്ടിട്ടല്ലോ മനുഷ്യർ ജനിച്ചത്, ഭൂമിയിൽ ഉണ്ടായതല്ലേ. അത് ഭൂമിയുടെ സങ്കല്പമാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഈശ്വരൻ്റെ സങ്കല്പമാണെന്ന് വയ്ക്കുക. ഈശ്വരൻ എന്തിനു സങ്കല്പിച്ചു? അതേമാതിരി നമ്മൾ നമ്മുടെ വംശത്തിനെ നിലനിർത്തുന്നു. അതൊരാവശ്യമാണ്, പ്രകൃതിയോടുള്ളൊരു കടപ്പാടാണ്. ആ വംശവൃദ്ധിക്ക് വേണ്ടി കല്യാണം കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ദാമ്പത്യ സ്നേഹത്തിൽ മാത്രം നിൽക്കില്ല, ലൈംഗിക വ്യവഹാരത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സന്താനങ്ങൾ, സന്താനം എന്ന് പറഞ്ഞാൽ അത് വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണ്. 2 മാംസപിണ്ഡങ്ങളല്ല, ആ മാംസപിണ്ഡങ്ങളെ വിനിയോഗിക്കാനുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉള്ളിലുണ്ട്. ആ മനസ്സ് പലതരത്തിലും ചിന്തിക്കാം, ബുദ്ധി പലതരത്തിലും ആലോചിക്കാം. അത് വേണ്ടതുപോലെ ആലോചിച്ച് അപകടമില്ലാതെ ഉപദ്രവമില്ലാതെ പരോപകാരപ്രദമായി ഒരു കോട്ടവും കുറവും വരാതെ അവർ ജീവിച്ച് പ്രവർത്തിച്ച് വ്യവഹരിച്ച് അവരും കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുമ്പോൾ അത് 2 കുട്ടികൾ തമ്മിൽ, 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ സമാന്തരമായി അവരുടെ കുടുംബങ്ങളിൽ പലതരത്തിലും വിവാഹം നടക്കുകയാണ്. 2 പേരുടെയും അച്ഛന്മാർ തമ്മിൽ, അമ്മമാർ തമ്മിൽ, അങ്ങനെ ഒരു മാനസ വിവാഹമാണ് അവിടെ നടക്കുന്നത്.
അപ്പോൾ ആ വിവാഹത്തിൽ എല്ലാവരും സന്തോഷിക്കണം, എല്ലാവരും അതിൽ സൗഭാഗ്യം സാഫല്യം കാണണം. അതിൽ നിന്നുണ്ടാവുന്ന കുട്ടികൾ ജന്മജന്മങ്ങളോളം തലമുറകൾ അനവധി ഉണ്ടാവും. അവരെല്ലാവരും ഒരു ദൂഷ്യവുമില്ലാതെ സമാജത്തിന് ഒരു അലങ്കാരമാവണം. അങ്ങനെയുള്ള ഒരു വിവാഹമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ വിവാഹത്തിന് ചില ദിവ്യ ചടങ്ങുകളൊക്കെ ഇല്ലാതെ പറ്റില്ല. എന്തായാലും ശരി, നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മമുണ്ടല്ലോ, ആ സനാതന ധർമ്മത്തിൻ്റെ ഒരു വിശേഷത എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ദിവ്യമാണ്. നമുക്ക് ഈ ലോകം ഭഗവാന്റെയാണ്, ദിവ്യമാണ് ഈ ലോകം. നമ്മുടെ ശരീരം ദിവ്യമാണ്, മനസ്സ് ദിവ്യമാണ്, എല്ലാം ദിവ്യമാണ്. അങ്ങനെ എല്ലാറ്റിനെയും ദിവ്യമായി കണ്ടുകൊണ്ട് നാം ചെയ്യുന്നതിനെ ദിവ്യമാക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ക്ഷേത്രങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് സദാചാരങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് സർവ്വ വ്യവസ്ഥകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 10 വീടുണ്ടെങ്കിൽ അവിടെ ഒരു പൊതു ദേവഗൃഹം വേണം എന്നാണ് നമുക്ക് പ്രമാണം. വീട് കെട്ടി നാം താമസിക്കുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച മാതിരിയുള്ള സുഖവും സന്തോഷവും ഒന്നും അവിടെ ഉണ്ടാവില്ല. മനസ്സിന് സംഘർഷം, വിഷമം, തകരാറുകൾ ഉണ്ടാവും. ആ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തു വേണം? അത് മനസ്സിൽ നിന്ന് ആ ഭാരം ഇറക്കണം. ആ ഇറക്കാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. വീട്ടിലിരുന്നാൽ നമുക്ക് കാമക്രോധങ്ങളേ ഉണ്ടാവുള്ളൂ. ക്ഷേത്രത്തിൽ പോയാലോ ആ കാമക്രോധങ്ങളിൽ നിന്ന് കുറേ വിരാമം കിട്ടും. അവിടെ നടക്കുന്നത് പൂജ, ദീപാരാധന, അർച്ചന, അവിടെ നെയ്ച്ചാർത്ത്, എണ്ണച്ചാർത്ത്, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. പലതും അങ്ങനെ ചെയ്യുന്നത് ഒക്കെ വീട്ടിൽ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഒരു വ്യത്യാസമാണ് നമുക്ക് തരുന്നത്. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു ഈശ്വരീയമായ ഒരു ഭാവം കയറാതെ നിവൃത്തിയില്ല. ഇതൊക്കെ നമ്മൾക്കുണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തെ ദിവ്യമാക്കി തീർക്കാനാണ്. അപ്പം നമ്മുടെ ധർമ്മദൃഷ്ടിയിൽ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ദിവ്യവും അധ്യാത്മവുമാണ്. ഭൗതികം എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. നമ്മുടെ ശരീരം മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അഭൗമമായിരിക്കുന്ന ഒരു ജീവചൈതന്യം ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ശരീരം പോലും വാസ്തവത്തിൽ ഈ ജീവചൈതന്യത്താൽ ഉജ്ജീവിപ്പിക്കപ്പെട്ടതിനാൽ അത് ദിവ്യമായി തീരുന്നു. അങ്ങനെയുള്ളതിൽ കല്യാണം ആദ്യത്തത് വാഗ്ദാനം. എൻ്റെ കന്യയെ അല്ലെങ്കിൽ കന്യകയെ പിതാവ് പറയുന്നു, ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. കന്യാദാനം അതൊരു വാഗ്ദാനമാണ്. അച്ഛൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നും ഈ കുട്ടി ജനിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് തരണു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വാക്കായി കണക്കാക്കി വിവാഹം കഴിക്കുന്നവർ. അതിനാണ് വാഗ്ദാനം എന്ന് പറയുക.